ശ്രീകണ്ഠസേവ്യൻ ജനാർദ്ദനൻ മാധവൻ വൈകുണ്ഠവാസി മുകുന്ദൻ ദയാപരൻ മർദ്ദനായി വന്നിങ് അവതരിച്ചിടിനാൻ കൃത്യവർഗം പരിചരിച്ചിടുവാൻ ഭദ്രനിയോഗേന വാനര വേഷമായി പൃഥ്വിയിൽ വന്നു പിറന്നിരിക്കുന്നതോ പണ്ടു നാമേറ്റം തപസ്സു ചെയ്തീശനെ കണ്ടുവണങ്ങി പ്രസാദിച്ചു മാധവൻ തന്നുടെ പാരിഷന്മാരുടെ പകർന്നു ഇപ്പോഴും പരിചരിച്ചിന്നെയും വൈകുണ്ഠലോകം ഗമിച്ചു വാണിടുവാൻ കൈകേണ്ടതേകുന്നില്ലെന്നറിഞ്ഞിടു നീ അഗതനോട് മണ്ണം കവൻ ആത്മജന്മംഗലവാക്കുകൾ ചൊല്ലിപ്പലതരം ആശ്വസിപ്പിച്ചുടൻ വിദ്യാധനം കൊണ്ട് കാശകീപുത്രിയെ നോക്കി നോക്കി കൃതം ദക്ഷിണവാടി തീരം മനോഹരം ദുസ്തരമേറ്റമകാതം ഭയങ്കരം പുഷ്പാഭ്യമാലോക്യമക്ഷരസഞ്ജയം പുത്രാത്മജാതികളൊക്കെയും തത്വരായത്യാകുലം കൊണ്ടിരുന്നുടൻ ചിന്തിച്ചു ചിന്തിച്ചു മന്ത്രിച്ചു തനിക്കഞ്ഞമെന്തിന് ചെയ്വതു സമ്പദമോർക്കനീ ഫലഭ്രമിച്ചെത്രയും വിഫലന്മാരായി കഴിഞ്ഞു മാസവും തണ്ടാരമാതിനെ കണ്ടീരനാം ദശകണ്ഠനീയും കണ്ടുകിട്ടീരപുത്രജൻ സുഗ്രീവനും ഭീഷ്മദണ്ഡനത്രേതുലോകി ഗ്രഹിച്ചിടുമവൻ നമ്മിതമയം പുത്രനായുള്ള സുഗ്രീവൻ പ്രതിക്കയിൽ നിത്യോപവാസേന മൃത്യുഭവിപ്പതോ നോക്കിക്കു നല്ലു നമുക്ക് വാർത്തോളമെന്നിത്തം നിരൂപിച്ചുറച്ചു കവികുലം ദർഭവിരിച്ചു വിളങ്ങിനെല്ലാവരും കൽപ്പിച്ചതിങ്ങനെ നന്മയും നോക്കവൻ സമ്പാദിമത്യം അപ്പോൾ പുറപ്പെട്ടു പ്രവരനും വൃത്തിതര പ്രവരോധരും പ്രവരോധരൂപനായി പരക്കെ കിടക്കും കവികളെ കുലാധിപൻ പക്ഷമില്ലാസുരനിക്കു ദൈവം ഭക്ഷണം തന്നത് ഭാഗ്യമല്ലോപനാൻ മുകളിൽ മുകളിൽ പ്രാണകാൻ വരുന്നത് സന്ദേഹിച്ചുകൊണ്ട് ഭക്ഷിക്കാമെന്നതിന് ഋദ്രവാക്യം കേട്ടു മക്കളോകം പരിത്രസ്തരായ ന്യൂനനാശു കൊല്ലിയടിനാൻ തുല്യനായോരു ഭൂതാധിപൻ സത്വരംഭത്തെ വെളുക്കുന്നല്ലാരെയും നിഷ്ഫലം നാം മരിച്ചിടുമാറായത് കൽപ്പിതമായിട്ടുണ്ടടുക്കരുതേതുമേ നമ്മാളൊരു കാര്യവും കൃതമായില്ല കർമ്മദോഷങ്ങൾ പറയാവതല്ലോ രാമകാര്യത്തെയും സാധിച്ചതില്ല നാം സ്വാമിയുടെ ചിതവും വന്നതില്ലല്ലോ വ്യർത്ഥമിവനാൽ മരിക്കുന്നു വന്നതും എത്രയും പാപികളാകതന്നേവയം നിർമ്മലനായ ധർമാത്മാജടായിവൻ നന്മയോർത്തോളം പറയാവതല്ലോ വർണ്ണിപ്പതിനു പണിയുണ്ട് അവനുടെ പുണ്യമോത്താൽ മറ്റൊരു കർക്കു കിട്ടുമോ ശ്രീരാമകാര്യാന്തമാശു മരിച്ചവൻ ചേരുമാ വായുവിലപവാദാംബുജെ പക്ഷിയെന്നാകിലും മോക്ഷം ലഭിച്ചത് പക്ഷീന്ദ്രവാഹനാനുഗ്രഹം വിസ്മയം വാനരഭാഷണം കേട്ടു സമ്പാദിയും മനസാനന്ദം കലർന്നു ചോദിച്ചതു കർണപീയൂഷ സമാനമാം വാക്കുകൾ ചൊന്നതായിരുന്നു ജടായുവൻ ഇങ്ങനെ നിങ്ങളാരെന്ന് പറയുന്നു തന്യോന്യം ഭയപ്പെടാകേതുമേ മുമ്പർ കൊണ്ടോത്രനും മറ്റോടത് കേട്ടു സമ്പാദിതന്റെ മുമ്പിലമ്മാറുജൻ പോലെ ലോചനൻ തൻ പാദപങ്കജം സമ്പാദ്യ സമ്മോദം ചൊല്ലിനാൻ സൂര്യകുലജാതനായ ദശരഥനായ പുത്രൻ മഹാവിഷ്ണു നാരായണൻ പുഷ്കരനേത്രനാം രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനും നിജലക്ഷ്മിയാം ജാനകിയോടും തപസ്സിനായി പൊങ്കിതു കാനനം താതാജ്ഞയാപുര കട്ടുകൊണ്ട് എഴിനാൻ തൽക്കാലം എത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ ലക്ഷ്മണനും കമലേക്ഷണനും അക്ഷോണി പുത്രി മുറയിട്ടതു കേട്ടു തൽക്ഷണം ചെന്നടുത്തു യുദ്ധത്തെക്കാലക്ഷണം താചരനോട് ജടായുവാൻ പക്ഷിപ്രകലന അതിനാൽ വലഞ്ഞോരു രക്ഷോ വരഞ്ഞ ചന്ദ്രഹാസം കൊണ്ട് പക്ഷവും കെട്ടിയറുത്താൻ അതുനേരം പക്ഷീന്ദ്രനും പതിച്ചാന്തരണിന്തനെ ഭർത്താവിനെ കണ്ടു വൃത്താന്തമൊക്കവേ സത്യം പറഞ്ഞൊഴിഞ്ഞെന്നുമേ നിങ്ങളുടെ മൃത്യുവരായെന്ന് അനുഗ്രഹിച്ചാൻ നരാപുത്രിയും തൽപ്രസാദേന പക്ഷീന്ദ്രനും രാമനെ കണ്ടു വൃത്താന്തം അറിയിച്ചു രാമസായുജ്യം ലഭിച്ചിതോ ഭാഗ്യവാൻ അർക്കകുലോത്ഭവനാകിയ രാമനും അർക്കാനോട് അഗ്നിസാക്ഷികമാം വണ്ണം സത്യവും ചെയ്തുടങ്ങുന്നത് ബാലിയെ സുഗ്രീവനായി കൊണ്ട് രാജ്യവും നൽകിനാൻ വാനരാധീശ്വരനായ സുഗ്രീവനും ജാനകിയും തിരഞ്ഞാശം കൊണ്ടിടുവാൻ ദിക്കുകൾ നാലിലും നയച്ചത് ലക്ഷം കവിവരന്മാരെ ഓരോ ദിശി ദക്ഷിണ ദിക്കിനു പോകുന്നതു ഞങ്ങളും രക്ഷോവരനെയും കണ്ടതില്ലെന്നുമേ 34 ചെന്നീടായികൾ അപ്പോളവരെ വധിക്കും കവിവരൻ പാതാളമൽപ്പു വാസനം പോയതും ഏതും അറിഞ്ഞില്ല ഞങ്ങളതുകൊണ്ട് ഗർഭവിരിച്ചു കടന്നു മരിപ്പതിനപ്പോൾ ഭവാനെയും കണ്ടുകിട്ടിയ ഏതാനും കൊണ്ടറിഞ്ഞിട്ടു നീയെങ്കിലോ സീതാവിശേഷം പറഞ്ഞു തരേണമേ ഞങ്ങളുടെ പരമാർത്ഥ വൃത്താന്തങ്ങൾ ഇങ്ങനെയുള്ളൂ നീ അവനീകളോ താനേയ വാക്കുകൾ കേട്ടു സമ്പാദിയും ആരുള്ള മോദമവനോട് ചൊല്ലിനാൻ സിദ്ധനാം ബ്രാഹ്മണിക്കു ജടായുനാട്ടുനാടുത്തവനോട് തിരിഞ്ഞതോ അനേകായിരം വർഷം കൂടി ഞാൻ എന്നുടെ സോദരൻ വാർത്ത കേട്ടിടിഞ്ഞ് എന്നുടെ സോദരനായ
എടുത്ത് ജലാംബികയിൽ കൊണ്ടുപോയി നിങ്ങൾ ചെയ്യിപ്പിൻ സകകർമാദികൾ നിങ്ങൾക്കുവാൻ സഹായം ചെയ്യുവനാശു ഞാൻ. അപ്പോൾ അതിനെ എടുത്ത് കവികളും തീരത്ത് വെച്ചിടിനാനാദരാൻ തൽസലിനെ കുളിച്ചഞ്ജലിയും നൽകി വത്സനാം രാധാവിനായി കൊണ്ടു സാദരം സ്വസ്ഥാന ദേശത്തിരുത്തിനാൽ പിന്നെയും ഉത്തമന്മാരായ വാനര സഞ്ജയം സ്വസ്ഥനായി സാമ്രാജ്യ ജാനകി തന്നോടെ വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങിയാൽ തുങ്കമായിടുന്ന കൂടാതെ ലോകലങ്കാവരിയെടുത്തു മധ്യേ സമുദ്രമായി തത്ര മഹാശോക കാണിയെ ജാനകി നക്തഞ്ജലി വസിക്കുന്നു. ദൂരമൊരു മുടിയോജനയുണ്ടതുമേ നമുക്ക് കാണാം പുത്രനാകയാൽ ഭൂമി തന്നുടെ കണ്ടുവരുന്ന സോദരനെ കൊന്നു ദുഷ്ടനെ കൊല്ലണമേ വിരുജാതിനെ പക്ഷമോചനമേ നിങ്ങൾ കടക്കണം മാസുപോയി രത്നാകരം പെഞ്ചവത്തുലൂത്തമൻ രാവണൻ തന്നെ നിഗ്രഹിക്കുന്ന ദേവനിലേക്ക് വഴിയെന്നു സമയം രത്നാകരം സദയോജന വിസ്തൃതം യജ്ഞേന ചാടി കടന്നു രംഗാപുരം വൈദ്യേകിയെ കണ്ടു പറഞ്ഞുടങ്ങി കരച്ചാടി കടന്നു വരുന്നതും തമ്മിൽ നിരൂപിക്കണമെന്നൊരുമിച്ച് തമ്മിൽ അന്യോന്യം പറഞ്ഞു തുടങ്ങിയ സമ്പാദിതന്റെ പൂർവ്വ വൃത്താന്തങ്ങൾ അമ്പോട് വാനരന്മാരോട് ചൊല്ലിനാൻ. സമ്പാദിന്റെ പൂർവ്വ ചരിത്രം ജ്ഞാനം ജടായുമാൻ പ്രാതാവുമായി പുരാമാനേന തർപ്പിതமான സന്മാരുമായി വേഗബലം പരീക്ഷിപ്പതിനും വേഗം പറന്നതിന് കോട്ടങ്ങളും മാർത്താണ്ഡമണ്ഡല പര്യന്തം ഉൾപ്പെടെ ചാപ്തരാൽ വന്നു ദിനകരശ്മിയാൽ അശനിധിയും പിടിച്ചതനുജൻ പക്ഷങ്ങളില്ല. അപ്പോൾ അവന് ഞാൻ രക്ഷിപ്പതിനുടൽ പിന്നിലാക്കിയിടിനെ പക്ഷം കരുതിനാൻ വീഴുന്നു ഭൂമിയിൽ പക്ഷം കരുത്തോട് വീണാൻ അനുജനും പക്ഷികൾക്കാശ്രയം പക്ഷമല്ലോ നിജം വിദ്യാജലേഖ ശിരസി വീണീടിനന്തമായി മുഖദിനം കിടന്നീടിനെ പ്രാണശേഷത്താൽ ഉണർന്നൊരു നേരത്തു കാണായി ചിറകും പരിഞ്ഞിങ്ങനെ വിക്രമം കൊണ്ട് ദേശങ്ങൾ അറിയാൻ വിഭ്രാന്തമാനസനായുഴന്നങ്ങനെ ചെന്നൈ നിശാകര താപസൻ തന്നുടെ പുണ്യാശ്രമത്തിന് പൂർണ്ണഭാഗ്യോദയാൽ കണ്ടു മഹാമുനി ചൊല്ലിനാൻ എന്നോട് കണ്ടുള്ളൊരറിവ് നിമിത്തമായി ഏതു സമ്പാദേവി രൂപനായി വന്നതിനെന്തു മൂലം ഇതാരാലപ്പെട്ടു എത്രയും ശക്തനായോട് നിനക്കിന്നു ദത്തമാവാനെന്തു പക്ഷം വരകനെ എന്നത് കേട്ട് ഞാൻ ഇവിടെ വൃത്താന്തമൊന്നൊഴിയാതെ നീയോട് ചൊല്ലിനെ പിന്നെയും കൂപ്പിക്കൊഴുന്ന് ചോദിച്ചതു സന്നമായി വന്നു ചിറകുറ്റയാണിതേ ജീവനത്തെ ധരിക്കേണ്ട ഉപായമെന്നെ എന്നോട് ചൊല്ലിത്തരേണമേ എന്നത് കേട്ട് തിരിച്ചു മഹാമുനി പിന്നെ ദയാവശനായി അരുളി ചെയ്തു. സത്യമായുള്ളത് ചൊല്ലുന്നതുള്ള ഞാൻ കൃത്യം നിരക്കൊത്തവണ്ണം പുരുഷനെ ദേഹം നിമിത്തമേ ദുഃഖമറിയതേ ദേഹമോക്കിൽ കർമ്മസംഭവം നിർണയം ദേഹത്തിലുള്ള ഒരഹം ബുദ്ധി കൈക്കൊണ്ടു മോഹാദഹം കർമ്മങ്ങൾ ചെയ്യുന്നു. വിദ്യയായുള്ളൊരവിദ്യാസംബന്ധവ വസ്തുവായുള്ളൊന്ന് അഹങ്കാരമോർദ്ധനെ ചിച്ചായയോട് സംയുക്തമായി മക്കളെ കൽപ്പമായുള്ളൊരശ്വിണ്ടവൽ സദാ തേന ദേഹത്തിന് പരാജ യോഗേന കാണാം താനൊരു ദേഹവാനായി ഭവിക്കുന്നു. ദേഹോപമെന്നുള്ള ബുദ്ധിയുണ്ടായി ഒരു മാഹത്തമൂലം ആത്മാവിരുമായ ദേഹോപമദ്രൈവ കർമ്മകർത്താഹമിത്യാപന്തകർപ്പങ്കൽപ്പ സർവദാ ജീവനും കർമ്മങ്ങളുടെ ഫലങ്ങളാ ബദ്ധന സംഭോഗമാകും ജനനമരണമാം സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ചു ഭക്തഫലങ്ങൾ മറന്നു ചമയുന്നു. മേൽപോട്ടും ആശുപീഴ്പോട്ടും പ്രവൃത്തിവാൻ ഭാവാത്മകൻ സ്വയം എത്രയും പുണ്യങ്ങൾ ചെയ്തേ വളരെ ഞാൻ വിട്ടാനുരൂപേണ യജ്ഞദാനാവിധികൾ ദുർഗതിക്ക് സുഖിച്ചു വസിക്കണം സ്വർഗമെന്ന് കൽപ്പിച്ചേക്കവേ വൃത്തി ഭവിച്ചു സുഖിച്ചു വാഴുന്നിതോ ഉത്തമമുള്ള വീഴുന്നതോ ഭുവി പുണ്യമൊടുങ്ങിയാൽ എന്തുതൻ മണ്ഡലേ ചെന്ന് പതിച്ചു നീഹാര സമേതനാൻ ഭൂമോ പതിച്ചു ചാര്യാസുകളായി ഭവിച്ചാമോദങ്ങൾ കൊണ്ട് വാഴിച്ചിരതരം പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കുമ്പലാൽ എന്നതിലൊന്നും രേതസാചാരത് ചെന്നു ശ്രീമന്തനിയോനിയിലായി വരും യോനി രക്തത്തോട് സംയുക്തമായി വന്നതാനേ ജരായു പരിവേഷ്ടിതവുമാം ഏകദിനേന കലർന്നു കലരമാമേറ്റി ഭവിച്ചാല ദുർഭിന്നമല്ലവേ പഞ്ചരാത്രം കൊണ്ട് ബുദ്ധിതാകാരമാ പഞ്ചദിനം കൊണ്ട് പിന്നെ യഥാക്രമം മാംസപേശിക്കം ഭവിക്കും അതിന്നു മാസാർത്ഥകാലേന പിന്നെയും നല്ലവേ പേശിരുതിര പരിപൃതമായി വരുമാസസ്യാമങ്കുരോത്പത്തിയും വരും പിന്നെയൊരു പഞ്ചവിംശതി രാത്രിയാൽ പിന്നെയൊരു 3 മാസേന സന്ധികളോറും ക്രമേണ ഭവിച്ചിടുന്ന പുലിജാലവും 4 മാസത്തിനാൽ
ദന്തങ്ങളും നഖപന്തിയും ഗുഹ്യവും സന്ധിക്കുനാസികാകർണനേത്രങ്ങളും പഞ്ചമാസം കണ്ടു ശക്തമാസേ പുനകിഞ്ചന പോലും പിഴയാതീനായോ ചിത്രം ഭവിക്കും അതിസ്ഫുടം പിന്നെ മേഘോപസ്തമാഭിവായുക്കളും സപ്തമേ മാസി ഭവിക്കും പുനരുടൻ ഗുപ്തമായൊരു കേശരോമങ്ങൾ അഷ്ടമേ മാസി ഭവിക്കും പുനരവിപുഷ്ടമായിടും ജഡരസ്ഥലാന്തരെ ഒൻപതാം മാസിൽ വളരും ദിനപ്രതികം വങ്കരചരണാദികൾക്കും വരും പഞ്ചമേ മാസി ചൈതന്യവാനായി വരും അന്തസാദീനക്രമേണ ദിനേകിനെ നാഭിസൂത്രാത്പരന്ത്രേണ മാതാവിനാൽ സാപേക്ഷമായ ഗുപ്താന്തരസത്തിനാൽ വർദ്ധതേ ഗർഭമായ പിണ്ഡം മുഖോർമ്മച്ചു വരാനിത കർമ്മഫലത്തിനാൽ പൂർവജന്മങ്ങളും കാമങ്ങളും നിജ സർവകാലം നിരൂപിച്ചു ദുഃഖിച്ചു ജാഗരവും സ്വതപ്തനായി തൽക്കാലങ്ങൾ പറഞ്ഞു തുടങ്ങിനാൻ 100,000 യോനികളിൽ ജനിച്ചത്ര കർമ്മങ്ങൾ അനുഭവിച്ചേനകം പുത്രധാരാത്ത ബന്ധുക്കൾ സംബന്ധവും എത്ര 100,000 കോടി കഴിഞ്ഞിതു നിത്യം കുടുംബപരമേക സക്തനായ അന്വഹം വിഷ്ണുസ്മരണവും ചെയ്തുകൊണ്ടില്ല ഞാൻ കൃഷ്ണകൃഷ്ണയൊരിക്കലും തൽഫലമെല്ലാം അനുഭവിച്ചിടും കോളിവിടെ കിടന്നു ഞാനിങ്ങനെ ഗർഭപാത്രത്തിൽ നിന്നു ബാഹ്യസ്ഥലേഖോടെ രക്ഷകൊള്ളാവൂ ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ സൽക്കർമ്മജാനങ്ങൾ ചെയ്യുന്നതേയുള്ളൂ നാരായണ സ്വാമി തന്നെ ഒഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാൻ എന്നുമേ ഇത്യാദി ചിന്തിച്ചു ജീവനും ഭക്ത്യാ ഭഗവത്തു വിപുലമേടിനാൻ 10 മാസം തികയും വിധോ ഭൂതലെ ചിത്തതാപേന പിറക്കും വിധിവശാൽ സൂതിവാദത്തിൽ ബലത്തിനാൽ ജീവനും ജാതനാമ്യോ നിരന്ത്രേണ പീഡാന്വിതം പായമാനോപി മാതാപിതാക്കന്മാരാൽ ഭാഗ്യാദി ദുഃഖങ്ങളും ദുരന്ധാപദം യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും സർവമോത്തോളം ദുഃഖാസക്തി നിന്നാൽ അനുബോധമായുള്ളതെന്തിതോ വർണ്ണിച്ചു ഞാൻ പറയുന്നുള്ളതാവല ദേഹോഹമെന്നുള്ള ഭാവനയ മഹാമോഹേന സൗഖ്യ ദുഃഖങ്ങളുണ്ടാകുന്നു ഗർഭവാസാദി ദുഃഖങ്ങളും ജന്തുവർഗോത്ഭവനാശവും ദേഹം മൂലം സഖേ സ്ഥൂല സൂക്ഷ്മാത്മക ദേഹദ്വയാൽ പരമേലേ ആത്മാപരൻ കേവലൻ ദേഹാദികളിൽ മമത്വം ഉപേക്ഷിച്ചും മോഹമകർമാത്മജ്ഞാനിയായി വാഴ്കനെ ശുദ്ധം സദാശാന്തം ആത്മാനം അവ്യയം ബുദ്ധപരം ബ്രഹ്മാനന്ദമദ്വയം സത്യം സനാതനം നിത്യം നിരുപമം എത്രയും തത്വമേകം പരം നിർഗുണം നിഷ്കളം സച്ചിന്മയം സകലാത്മക ഈശ്വരമച്യുതം സർവജഗന്മയം ശാശ്വതം മായാവിനിർമുക്തമെന്നറിയും നേരം മായാവിമോഹമകലുമെല്ലാവരും പ്രാരബ്ധകർമ്മമേങ്ങാനുരൂപം ഭൂമി പാരമാത്മാത്മന വാഴുക നീ സകേ മറ്റൊരു ഉപദേശവും പറയാൻ തവ ചെറ്റു ദുഃഖം മനഃക്കാപ്പിലുണ്ടാവല ത്രേതായുഗേ വന്നു നാരായണൻ ഭുവിജാതനായിടും ദശരഥപുത്രനായി നക്തഞ്ജനേന്ദ്രനെ നിഗ്രഹിച്ചോട് ഭക്തജനത്തിന് മുക്തി വരുത്തുവാൻ ദണ്ഡകാര്യത്തിൽ വാഴും വിധോ ബലാചണ്ഡനായുള്ള ദശാസനം രാവണൻ കുണ്ടലികോത്ഭൂതയാക്കിയ സീതയെ പണ്ഡിതന്മാരായ രാമസൗമിത്രികൾ വേർപെട്ടിരിക്കുന്ന നേരത്ത് വന്നു ആപത്തിനായി കട്ടുകൊണ്ടുപോകും മായയാ ലങ്കയിൽ കൊണ്ടുവച്ചിടും ദശാന്തരി പങ്കജലോചനയെ തിരഞ്ഞിടുവാൻ മർക്കടരാജത്തിനോടാൽ കവികുലം ദക്ഷിണവാരിധി തീരദേശേ വരും തത്ര സമാഗമം നിന്നോട് വാനകർക്കെത്തും ഒരു നിമിത്തേന നിസ്സംശയം എന്നാൽ അവരോട് ചൊല്ലിക്കൊടുക്ക നീ തന്നെങ്കി വാഴുന്ന ദേശം ദയാവനസ്പശാൽ അപ്പോൾ നിനക്ക് പക്ഷങ്ങൾ നവങ്ങളായി ഉദ്ഭവിച്ചിടും അതിനെന്ത സംശയം എന്നെ പറഞ്ഞു ബോധിപ്പിച്ചതിങ്ങനെ മുന്നം നിരീക്ഷാകരനായ മഹാമുനി പറഞ്ഞത് കാട്ടിച്ചിറങ്ങുകൾ പുത്തനായി എന്നെ വിചിത്രമേ നന്നേത്രയും ഉത്തമ താപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ലെന്നുമേ ശ്രീരാമദേവ കഥാമൃത മാഹാത്മ്യമാരാലും ഒന്നാൽ അറിയാവതല്ലേതോ രാമനാമാമൃതത്തിന് സമാനമായി മാമകേ മനസ്സേ മറ്റു തോന്നിയില്ലഹോ നല്ലത് മേന്മേൽ വരേണമേ നിങ്ങൾക്ക് കല്യാണരാത്രിയെ കണ്ടുകിട്ടേണമേ നന്നായ അഭിപ്രയത്നം ചെയ്യിൽ അഗ്നവമിന്നു തന്നെ കടക്കായി വരും നിർണയം ശ്രീരാമനാമസ്മൃതി കൊണ്ട് സംസാര വാരാനിധിയെ കടക്കുന്നിതേ വരും രാമകാര്യാലോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരാ നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാൻ ഏതൊരു രാഹുലമുണ്ടാകയില്ലൊരു ജാതിയും എന്ന് പറഞ്ഞു മറഞ്ഞ അത്യുന്നതനായ സമ്പാദ്യ വികാര്യ സമുദ്രലംഘന ചിന്ത പിന്നെ കവിവരന്മാർ കൗതുകത്തോട് അന്യോന്യമാശ പറഞ്ഞു തുടങ്ങിനാൻ ഉഗ്രമഹാനത്ര ഭയങ്കരമഗ്രേ സമുദ്രമാലോക്യ കവികുലം എങ്ങനെ നാം ഇതിനെ കടക്കുന്നവരെന്നും മറുകര കാണാനുമില്ലല്ലോ അവതല്ലാത്തത് ചിന്തിച്ചു കേസിച്ചു താവതിനെന്തവകാശം കവികളെ ശക്രതനയനൂചന മങ്കരൻ നാക്കടനായകന്മാരോട് ചൊല്ലിനാൻ എത്രയും വിവേകബലമുള്ള സൂര്യ
ഭാരമുണ്ടല്ലോ നിങ്ങളെല്ലാവർക്കും. എന്നാൽ ഇവരെ ചിന്നു വന്നേൻ എന്നോടൊരുത്തൻ പറയണം, ഞാൻ ഇതിനാളെന്നവനല്ലോ നമ്മുടെ പ്രാണനെ രക്ഷിച്ചു കൊള്ളുന്നതും വിടാം. സുഗ്രീവ രാമ സൗമിത്രികൾക്കും ബഹുവ്യഗ്രം കളഞ്ഞു രക്ഷിക്കുന്നതും അവൻ. അങ്കദൻ ഇങ്ങനെ ചൊന്നത് കേട്ട തങ്ങളിൽ നോക്കിനാരേവരും ഒന്നും പറഞ്ഞില്ലൊരുത്തരും. അങ്കദൻ പിന്നെയും വാനരന്മാരോട് ചൊല്ലിനാൻ, ചിത്തെ നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേകം ഉദ്യോഗപൂർവകം ചാടാമെനിക്കു 10 യോജന വഴി ചാടാം. 20 രൂപവേ 30 ചാടാമെനിക്കെന്ന് അവരും അപ്പടി 40 മറ്റേവനും 50 60 70 ആമെന്നും 80 ചാടാമെനിക്കെന്നൊരുവനും 90 ചാടുവാൻ ദണ്ഡമിൽ ലേഖനെന്നർണവോ 100 യോജനയുണ്ടല്ലോ. ഇക്കണ്ട മണ്ണിലാക്കും കടക്കാവതൽ ഇക്കടൽ മർക്കട വീരരെ നിർണയം. മുന്നം ത്രിവിക്രമൻ 3 ലോകങ്ങളും ധനമായി മുതലിയായ കൊമ്പിതോ യൗവനകാലെ പെരുമ്പറയും കൊണ്ടി 7 വട്ടം വലത്തു വെച്ചിടിനെ. വാർദ്ധകഗ്രസ്തനായ എനിക്കാനി ലവണാത്തി കടപ്പാണില്ല വേഗം മമ. ഞാൻ 21 വട്ടം പ്രദക്ഷിണം ദാനവാരിക്കു ചെയ്തേന്റെ മാത്രയാ കാലസ്വരൂപനാമീശ്വരൻ തന്നുടെ ലീലകളോർത്തോളം അത്ഭുതം എത്രയും. ഇത്തമ ജാഗ്രത കേട്ടതിന് ഉത്തരം വൃദ്ധാരിപുത്രനും ചൊല്ലിനാൽ, അങ്ങോട്ട് ചാടാമെനിക്കൊന്നു നിർണയം ഇങ്ങോട്ട് പോരുവാൻ ദണ്ഡമുണ്ടാകില്ല. സാമർത്ഥ്യമില്ല മറ്റാർക്കും, എന്നാകിലും സാമർത്ഥ്യമുണ്ട് ഭഗവാനിതിനെങ്കിലും. വൃത്യജനങ്ങളയക്കയില്ലെന്നുമേ വൃത്തിരിലേഖനുണ്ടാമെന്നതേ വരൂ. ആർക്കുമേയുള്ള സാമർത്ഥ്യം മനസ്സനം വീക്ഷിച്ചു തന്നെ വരുത്താൻ താരേവം പറഞ്ഞോരനന്തരം സാരഥ സംഭവ നന്ദനം ചൊല്ലിനാൻ. ഹനുമൻ പറഞ്ഞ എന്തു ജഗൻ പ്രാണനന്ദനൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാതെ കുണ്ടനായി തന്നെ ഇരുന്ന് കളകയോ കണ്ടില്ല നിന്നെ ഒഴിഞ്ഞു മറ്റാരെയും. ദാക്ഷായണി ഗർഭപാർവസ്ഥനായോട് സാക്ഷാൽ മഹാദേവ വീരമുല്ലോ ഭവാൻ. പിന്നെ ഭാവതാത്മജനാകയുമുണ്ട് തന്നോട് തുല്യൻ ബലവേഗമാക്കിലോ. കേസരിയെ കൊണ്ട് താപം കളഞ്ഞൊരു കേസരിയാക്കിയ വാനരനാഥനോ പുത്രനായ അഞ്ജനവേറ്റുളവായൊരു സത്യഗുണപ്രധാൻ ഭവാൻ. കേവലം അഞ്ജനാഗർഭച്യുതനായ അവനിൽ അഞ്ജസാ ജാതനാവീണ നേരം ഭവാൻ. 500 യോജന മേൽപോട്ട് ചാടിയതും ഞാൻ അറിഞ്ഞിരിക്കുന്നു. മാനസേ ചണ്ടകിരണ സ്തുതിച്ചു പോകും നേരം മണ്ഡലം തന്നെ തൊടുതുടെ കണ്ടു നീ പക്വമെന്നോ. ഭക്ഷിപ്പാൻ അടുത്തയാൾ സക്രയുടെ വജ്രമേറ്റു പതിച്ചതും ദുഃഖിച്ചു മാരുതൻ നിന്നെയും കൊണ്ടുപോയി പൊക്കിയത് പാതാളം. അപ്പോൾ ത്രിമൂർത്തികൾ 30 മുക്കോടി വാനവത്നം മോടവൽക്കല സംഭവ പുത്രവർഗത്തോടും പ്രത്യക്ഷമായി വന്നനുഗ്രഹിച്ചിടിനാ. മൃത്യുവരാ ലോകനാശം വരുമ്പോഴും കൽപ്പാന്തകാലത്തുമില്ല മൃതിയെന്ന് കൽപ്പിച്ചതിനിളക്കം വരാനന്മയം. ആനായ സാരാർത്ഥമുദ്രികൾ ചൊല്ലിനാം നാനാ ഹനുമാനുവനെന്നു സാദരം. ഭദ്രം ഹനുവിങ്കലേറ്റു മുറികയാന ചരിത്രങ്ങൾ മറന്നിതോ മാനസേ. നിൻകയിലില്ലയോ തന്നത് രാഘവൻ അങ്കുലീയമതുമെത്തിനെന്നോർക്കനീ. തൽബല വീര്യവേഗങ്ങൾ വർണ്ണിപ്പതിനി പ്രപഞ്ചത്തിങ്കലാക്കുമാമല്ലടോ. ഇത്തം വിധിസുതൻ ചൊന്ന നേരം വായുപുത്രനും ഉത്ഥാന സത്തരം പ്രീതനാൻ. ബ്രഹ്മാണ്ടമാശുകുലുമാറന്നവൻ സമ്മതാസിംഹനാദം ചെയ്തരുളിനാൻ. വാമനമൂർത്തിയെ പോലെ വളർന്നവൻ തോന്നിതരാകാരനാൻ നിന്ന് ചൊല്ലിനാൻ. ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണാൽ. രാവണനെ കുലത്തോട് മുടുക്കി ഞാൻ ദേവിയെയും കൊണ്ടുപോരുവനിപ്പോഴേ. അല്ലായിരോ ദശകണ്ഠനെ ബന്ധിച്ചുമല്ലവേ വാമകരത്തിലെടുത്തുടൻ കൂടത്രയത്തോട് ലങ്കാപുരത്തെയും കൂടവലത്തു കരത്തിലാക്കിക്കൊണ്ടു. രാമാധിയെ വെച്ചു കൈതൊഴുതിയിടുവാൻ രാമാകുലിയവൻ കയ്യിലുണ്ടാകയാൽ. മാരുതി വാക്കു കേട്ടോരു വികസിതനാരുടെ കൗതുകം ചൊല്ലിനാൻ. പിന്നെയും ദേവിയെ കണ്ടു തിരിയെ വരിക നീ രാവണനോട് എതിർത്തിടുവാൻ. പിന്നെയാം നിഗ്രഹിച്ചിടും ദശാസിനി രാഘവൻ വിക്രമം കാട്ടുവാൻ നേരമാമല്ലോ. പുഷ്കരമാർണ്ണ പോകും നിനക്കൊരു വിഘ്നം വരായ കല്യാണം ഭവിക്കതേ. മാരുതദേവനും ധരിക്കേണ്ടവ ശ്രീരാമ വാക്യാർത്ഥമായല്ലോ പോകുന്നു. ആശീർവചനവും ചെയ്തു കവികുലമാശു പോകുന്നു വിധിച്ചോരനന്തരം. വേഗേന പോയി മക്ഷേത്രത്തിൽ മുകളേരി നാകാരിയെ പോലെ നിന്നു വിടങ്ങിനാൻ. ഇത്തം പറഞ്ഞറിയിച്ചൊരു തത്തയും ബന്ധമോദത്തോടിരുന്നിടക്കാലമേ. തദ്യാത്മരാമായണയും മഹേശ്വര സംവാദേ കിഷ്കിന്ദ കണ്ഠം സമാപ്തം. സുന്ദരകണ്ഠം സകല സുഖകുലമംഗലതിലകിതകളേ വേരേ സാരസ്യ പീയൂഷ സാര സർവസ്വമേ. കഥയ മമ കഥയ മമ കഥകളി സാഗര
കാവ്യസ്ഥലീലകൾ കേട്ടാൽ നദീവരാമ്പിൽ മകളുടെ സരസമിതി രഘുകുലാധിപൻ കീർത്തി കൊണ്ടിടുവാൻ ചോദിച്ച അനന്തരം കളമൊഴി മഴവിനോട് തൊഴുതു ചൊന്നീടി ഞാൻ കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മനസ്സേ ഹിമശിഖരി സുതയോട് തിരിച്ചു ഗംഗാധരൻ എങ്കിലും കേട്ടുകൊള്ളുന്നൊരു